ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7, 8 എന്നീ 4 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ലിസാൻ്റെ ഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അദ്ദറസു സാമിൻ, പാഠം 8. ജസാക്കല്ലാഹു ഖൈറൻ, ഉത്തമ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകട്ടെ. അനദാരി സുൻഫി സഫി സാബിയ, ഞാൻ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കുൻതു അദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ, ഞാൻ രാവിലെ മദ്രസയിലേക്ക് പോകുകയായിരുന്നു. വഫി തുരീഖി ലഖീതു സുദീഖി അൻവർ, വഴിയിൽ എൻ്റെ സ്നേഹിതൻ അൻവറിനെ ഞാൻ കണ്ടു. വഹുവ യജ്ലിസു തഹ്ത ഷജറത്തി, അവൻ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു. ഫഖുൽതു ലഹു അസ്സലാമു അലൈക്കും യാ അൻവറു, ഞാൻ അവനോട് പറഞ്ഞു, അൻവറെ, നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ലിമാദ അൻത തജ്ലിസു ഹുന, നീ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? അൻവർ, വ അലൈക്കും അസ്സലാം കുൻതു അൻതലിറുക, അൻവർ സലാം അടക്കി, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അന അഹ്സൻത നദ്ഹബു ഐന അഹൂക, ഞാൻ പറഞ്ഞു, നല്ലത്, നമുക്ക് പോകാം. നിന്റെ സഹോദരൻ എവിടെ? അൻവറു, അല്യോമ ലൈസ ഹുവ ഹാളിറൻ, ഇന്ന് അവൻ ഹാജരായില്ല, വന്നില്ല. അന ഇല ഐന ദഹബ അഹൂക, നിന്റെ സഹോദരൻ എവിടേക്കാണ് പോയത്? അൻവർ, ഹുവ ദഹബ മാ അബീഹി ഇലൽ മദീന, അവൻ പിതാവിനോടൊപ്പം പട്ടണത്തിലേക്ക് പോയി. ഹുമാ യർജിആനി ഇലൽ ബൈത്തി മസാഅൻ ഇൻഷാ അല്ലാ, അവർ രണ്ടുപേരും വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും ഇൻഷാ അല്ലാ. വസൽത്തു അന വ അൻവറു ഇലൽ മദ്രസത്തി മുതാഖിറൈനി, ഞാനും അൻവറും മദ്രസയിലേക്ക് വൈകി എത്തിച്ചേർന്നു. ഫഖുൽന അസ്സലാമു അലൈക്കും യാ ഉസ്താദു, ഞങ്ങൾ ഉസ്താദിനോട് സലാം പറഞ്ഞു. ഉസ്താദ്, വ അലൈക്കും അസ്സലാം, ബിമ തഅഖർതുമാ യാ വലദാനി, ഉസ്താദ് സലാം അടക്കി ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് വൈകിയത്? അന വ അൻവറു, ഞാനും അൻവറും, ഉദ്റൻ നഹ്നു തഅഖർന ഖലീലൻ, രണ്ടുപേരും പറഞ്ഞു, അല്പം വൈകിപ്പോയി, മാപ്പാക്കണം. അൽ ഉസ്താദു ഉദ്ഖുല ലാ തഅഖറ അബദൻ, ഉസ്താദ് പറഞ്ഞു, രണ്ടുപേരും പ്രവേശിക്കൂ, ഇനി ഒരിക്കലും വൈകരുത്. അന വ അൻവറു നഅം ശുക്രൻ യാ ഉസ്താദു, ഞാനും അൻവറും പറഞ്ഞു, അതെ ഉസ്താദെ, നന്ദി. അന അൻത നഹ്നു ഹുവ ഹുമ കുല്ലുഹ മിൻ ലമാഇറിൽ മുൻഫസില, അന അൻത നഹ്നു ഹുവ ഹുമ, ഇവകളെല്ലാം സ്വതന്ത്ര സർവനാമങ്ങളാണ്. സ്വതന്ത്ര സർവനാമങ്ങളാണ്, അഥവാ ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണ്. വൺ ടീം ആയിട്ടാണ് വരിക, മറ്റൊന്നിനോട് കൂടെ ചേർന്നിട്ടല്ല. ഇവരൊക്കെ വേർപിരിഞ്ഞുകൊണ്ട് തന്നെ വരും. ഇവരൊറ്റയ്ക്ക് വരുന്ന ആളുകളാണ്. അതാണ് മുൻഫസിലായ ലമീർ, സ്വതന്ത്ര ലമീറുകൾ. പ്രത്യേകം നോട്ട് ചെയ്യുക. സ്വദീഖി, എൻ്റെ കൂട്ടുകാരൻ, ലഹു, അവന് വേണ്ടി, അലൈക്കും, നിങ്ങളുടെ മേൽ, അൻതളിറുക, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു, ലഹുമ, അവിടെ ഹുമ ഉണ്ട്, തഖർന, ആ റെഡ് കളറൊക്കെ ലമീറുകളാണ്, ഞാൻ വൈകി. അൽ കലിമത്തുൽ മുലവ്വനത്തു കുല്ലുഹ മിനൽ ലമാഇരിൽ മുത്തസിലത്തി, സ്വദീഖി, ലഹു, അലൈക്കും, അൻതളിറുക, ലഹുമ, തഖർന എന്നീ പദങ്ങളിലുള്ള ലമീറിനെ അനുബന്ധ സർവനാമങ്ങൾ എന്ന് പറയുന്നു. ചുവപ്പ് കളറിലുള്ളതിനെ അനുബന്ധ സർവനാമങ്ങൾ അഥവാ ചേർന്ന് വരുന്ന ലമീറുകൾ. ഇവകളൊക്കെ ഓരോ പദങ്ങളോടും ചേർന്ന് വരുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് മുത്തസിലായ ചേർന്ന് വരുന്ന ലമീറുകൾ എന്ന് ഇതിന് പറയുന്നത്. അനുബന്ധ സർവനാമങ്ങൾ ഒറ്റയ്ക്ക് വരില്ല. ഇനി പാഠത്തിലെ തദ്രീബാത്തിലേക്ക് വരുമ്പോൾ, നുക്കമ്മിലുൽ ഫറാഅ ബിൽ ലമീരിൽ മുനാസിബി, യോജിച്ച ലമീറുകൾ കൊടുത്ത് പൂർത്തിയാക്കാനാണ്. അപ്പോൾ വേർപിരിഞ്ഞ് വരുന്ന ലമീറുകളും ചേർന്ന് വരുന്ന ലമീറുകളുമാണ് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് വരുന്ന വേർപിരിഞ്ഞ് വരുന്ന ലമീർ മുൻഫസിലും ചേർന്ന് മറ്റൊന്നിനോട് കൂടെ വരുന്നത്
മുത്തസിലായ ലമീറും. പ്രത്യേകം മനസ്സിലാക്കുക, മുത്തസിൽ ചേർന്ന് വരുന്നത്, മുൻഫസിൽ വേർപിരിഞ്ഞ് വരുന്നത്. ഇനി തദ്രീബാത്ത്. നുക്കമ്മിലുൽ ഫറാഅ ബിൽ ലമീരിൽ മുനാസിബി. യോജിച്ച ലമീറുകൾ നമ്മൾ ചേർത്തി കൊടുക്കാനാണ്. അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു പോകാം. അന തോലിബുൻ, ഇസ്മു അബി സോലിഹുൻ, ഹുവ താജിറുൻ, ദുക്കാനുഹു ഫിൽ മദീനത്തി. ഞാൻ വിദ്യാർത്ഥിയാണ്, എൻ്റെ പിതാവിൻ്റെ പേര് സോലിഹ് എന്നാണ്, അദ്ദേഹം കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കട നഗരത്തിലാണ്. ഇസ്മു വാലിദത്തി സാജിദ, ഹിയ റബ്ബത്തുൽ ബൈത്ത്, ബൈത്തുഹ ഫിൽ കറിയത്തി. എൻ്റെ മാതാവിൻ്റെ പേര് സാജിദ എന്നാണ്, അവർ വീടിൻ്റെ രക്ഷിതാവാണ്, അവളുടെ വീട് ഗ്രാമത്തിലാണ്. ഇവിടെ വാലിദത്തി എന്നുള്ളത് മുത്തസിലാണ്, ഹിയ വേർപിരിഞ്ഞ് മുൻഫസിലാണ്, ബൈത്തുഹ എന്നുള്ള ഹ അതും മുത്തസിലാണ്, ചേർന്ന് വന്നതാണ്. കാരണം ഓരോ വാക്കിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് വന്ന് കണ്ടില്ലേ. ഇനി യാ വലദത്തു അൻത മുജ്തഹിദത്തുൻ വ നഷീത്തുൻ മദ്രസത്തുക ഖരീബൽ മസ്ജിദി. കുട്ടി, നീ പരിശ്രമശാലിയും അത്യുത്സാഹമുള്ളവനുമാണ്, നിന്റെ മദ്രസ പള്ളിക്ക് സമീപത്താണ്. നെഹ്നു മുസ്ലിമൂന നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നാം മുസ്ലിമീങ്ങളാണ്, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ലിമ തഅഖർതും യാ ഔലാദു ഇല സൊഫി അലൈക്കും അൻ തജീഉ ഇലൽ മദ്രസത്തി മുബക്കിരീന. എന്തുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ ക്ലാസ്സിൽ വരാൻ വൈകിയത്? മദ്രസയിൽ നേരത്തെ വരൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ളത് ലമീറുകളെ ചേർക്കാനാണ്, മുത്തസിലിനെയും മുൻഫസിലിനെയും യോജിച്ച ലമീറുകൾ. അപ്പോൾ അതിൽ ആദ്യം പാഠത്തിൽ പറഞ്ഞ എല്ലാ ലമീറുകളും നമ്മൾ പഠിച്ചു വെക്കുക, അതിൻ്റെ ആശയങ്ങൾ, വരുന്ന രൂപം. എന്നിട്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ യോജിച്ച ലമീറുകൾ നമ്മൾ ചേർത്തി കൊടുക്കുക. ഇനി നുഅരിബു അറബിയാക്കാനാണ്. സാലിമുൻ മുഅല്ലിമുൻ, വലതുഹു തോലിബുൻ, വഹുമാ യജി ആനി ഇലൽ മദ്രസത്തി ഫി സയ്യാറത്തിഹിമ അന ഉഹിബു ഉസ്താദി. സാലിം ഉസ്താദാണ്, അതുപോലെ തന്നെ വലതുഹു തോലിബുൻ, അവരുടെ മകൻ വിദ്യാർത്ഥിയാണ്, അവർ മദ്രസയിലേക്ക് അവരുടെ രണ്ടുപേരുടെയും കാറിലാണ് വരുന്നത്, ഞാൻ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം, ഇതാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ഇതിൻ്റെ ആശയങ്ങൾ വിശദീകരണം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.